ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രേഷ്മ. മിറക്കിൾ മിറർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ബോഡി പോളിഷിംഗ് ടെക്നിക്കാണ്. ഇത് നമ്മുടെ ഹോൾ ബോഡിയിലുള്ള ടാനിങ് നന്നായിട്ട് മാറ്റുന്ന ഒരു ടെക്നിക്കാണ്. അതായത് നമ്മൾ എണ്ണ തേച്ച് കുളി എന്നൊക്കെ പറയില്ലേ, കുഞ്ഞുങ്ങളെ അങ്ങനെ കുളിപ്പിക്കാറുണ്ടല്ലോ, അതുപോലെ തന്നെ നമ്മൾ എണ്ണയൊക്കെ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്ത ശേഷം ഒരു ടെക്നിക്കാണ്. ഞാൻ ഇതുപോലെ കുറച്ച് മുന്നേയും ഇതുപോലെ വീഡിയോസ് ഇട്ടിരുന്നു. അപ്പോൾ അതിൽ 2-3 പേര് ഡൗട്ട്സ് പറഞ്ഞിരുന്നു, ഇതിങ്ങനെയാണ് ചെയ്യണേ, എങ്ങനെയാണ് ഓരോരോ സ്റ്റെപ്പ്, എത്ര നേരം വെക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിരുന്നു. സോ അതെല്ലാം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ കാണാം. ഇത് കുറച്ച് സമയം എടുക്കുന്ന ഒരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, പക്ഷേ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട് കാണാൻ പറ്റും. സോ ഇത് ആഴ്ച ഒരിക്കൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 3 ആഴ്ച കൂടുമ്പോഴോ ചെയ്താൽ മതിയാവും. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം സ്കൂട്ടറിലൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കയ്യിലൊക്കെ നല്ല ടാനിങ് കാണും. അതുപോലെ തന്നെ സാരി ഉടുക്കുന്നവർക്ക് ബാക്കിൽ പുറകിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ ബ്ലൗസിൻ്റെ ആ ഭാഗത്ത് ഇങ്ങനെ യു ഷേപ്പിൽ കാണാൻ പറ്റും. സോ അതൊക്കെ നന്നായിട്ട് കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് എല്ലാം ഞാൻ കറക്റ്റിന് കാണിച്ചു തരാം. അതുപോലെ തന്നെ ചെയ്യുക, റിസൾട്ട് കിട്ടും. ഓയിൽ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ റെസിപ്പി ഡിസ്ക്രിപ്ഷനിലുണ്ട്, കണ്ടു നോക്കാം. അതല്ലെങ്കിൽ ഒരു 10 ml വെളിച്ചെണ്ണയും ഒലിവ് ഓയിലും ഒരേപോലെ എടുക്കുക. അതിലേക്ക് കസ്തൂരി മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ലൈറ്റായിട്ട് ചൂടാക്കുക. എന്നിട്ട് ഇത് തേച്ച് പിടിപ്പിച്ചാലും മതി. ഇങ്ങനെ ഓയിൽ മസാജ് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ടാനിങ് നന്നായിട്ടൊന്ന് മാറണം. അതുമാത്രമല്ല, നമ്മുടെ ദേഹത്തുണ്ടാവാൻ ചാൻസുള്ള ചുളിവുകൾ നന്നായിട്ട് കുറയ്ക്കാനും സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ട് സ്മൂത്തായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എണ്ണ ചൂടോടെ തേക്കേണ്ട ആവശ്യമില്ല, തണുപ്പിച്ച് തേച്ചാൽ മതി. ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് നല്ല രീതിയിൽ മസാജ് ചെയ്ത് ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടിയ ശേഷം ഒരു 15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യണം. അതിനുശേഷമാണ് സ്റ്റീമിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ചൂടുള്ള വെള്ളത്തിൽ നമ്മൾ ദേഹം കഴുകില്ലേ, അതുപോലെ ഒന്ന് മേല് കഴുകുക. അതല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ ചൂടാക്കിയിട്ട് തോർത്ത് ഇതിൽ മുക്കുക. എന്നിട്ട് അതിങ്ങനെ പിഴിഞ്ഞ് ദേഹത്തിങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ചൂട് പോകുന്ന വരെ ഇങ്ങനെ പിടിച്ചു കൊടുക്കണം. എല്ലാ ഭാഗത്തും ഇതുപോലെ പിടിച്ചു കൊടുക്കുക. അതിൻ്റെ ചൂട് കുറയുമ്പം പിന്നെ വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് പിടിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു 10 മിനിറ്റ് സ്റ്റീം ചെയ്യണം. അതിനുശേഷം തോർത്ത് ഇതിൽ തന്നെ ഒന്നുകൂടെ ഒന്ന് മുക്കി ആ എണ്ണയെല്ലാം നന്നായിട്ട് തുടച്ച് മാറ്റുക. എന്നിട്ടാണ് നെക്സ്റ്റ്. ഒരു ടേബിൾ സ്പൂൺ പച്ചപ്പയർ പൊടി, 2-3 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ, 1/4 ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾപ്പൊടി. ഇത് മൂന്നും കൂടെ നന്നായിട്ട് ഒരു തിക്ക് പേസ്റ്റായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് ദേഹത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഒരു സർക്കുലർ മോഷനിലൊന്ന് സ്ക്രബ് ചെയ്ത് അപ്ലൈ ചെയ്യുക. അപ്പോൾ ആ ടാനിങ് ഒക്കെ നന്നായിട്ട് റിമൂവ് ആവാൻ വേണ്ടിയിട്ടാണ്. ഡെഡ് സ്കിന്നൊക്കെ മാറുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു കരിവാളിപ്പ് നന്നായിട്ട് മാറും. മുട്ടിൻ്റെ സൈഡിലൊക്കെ ഉള്ള കറുപ്പില്ലേ, അത് നന്നായിട്ട് കുറയാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ മസാജ് ചെയ്ത് അപ്ലൈ ചെയ്യുക. ഒരു 2 മിനിറ്റ് ദേഹം മൊത്തം നന്നായിട്ട് മസാജ് ചെയ്യുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് അതൊന്ന് സ്കിന്നിലേക്ക് പിടിക്കട്ടെ. അത് കഴിഞ്ഞൊരു ഇങ്ങനെ ഒരു സെമി ഡ്രൈ ആകുമ്പോഴത്തേക്കും വെള്ളം നനച്ച് ചെറുതായിട്ടിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്. എങ്ങനെ മസാജ് ചെയ്ത് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ട് നല്ല സോഫ്റ്റായി വരും. ഒരു ട്രയലിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെടും ഈ ഒരു ടെക്നിക്ക്. കാരണം നല്ല രീതിയിൽ ടാനിങ്ങും മാറും, സ്കിന്ന് നല്ല സോഫ്റ്റും ആവും. അപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയ ശേഷം അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ പൈനാപ്പിൾ അരച്ചത് വേണം, 1 ടേബിൾ സ്പൂൺ ഇരട്ടി മധുരം പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ കടലപ്പൊടി. ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് പാക്കായിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഇത് നല്ലൊരു ടൈറ്റനിങ് പാക്കാണ്. നമ്മുടെ ഓപ്പൺ പോഴ്സ് എല്ലാം തന്നെ ക്ലോസ് ആവും. അതുപോലെ തന്നെ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ട് ഒരു സ്മൂത്ത് ഫിനിഷ് വരാൻ വേണ്ടിയിട്ട്, സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് മൂന്നും. ടാനിങ് ഒക്കെ നന്നായിട്ട് മാറും. അപ്പോൾ ഇതൊന്ന് തേച്ച് പിടിപ്പിക്കുക. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഇത് കംപ്ലീറ്റ് ആയിട്ടൊരു സെമി ഡ്രൈ ഉണങ്ങണം. അതുവരെ വെയിറ്റ് ചെയ്യുക. അപ്പം ഇത് സെമി ഡ്രൈ ആയിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് വെള്ളം നനച്ചിട്ട് നേരത്തെ പോലെ തന്നെ മസാജ് ചെയ്ത് റിമൂവ് ചെയ്യുക. വെള്ളം വെച്ച് നന്നായിട്ട് കഴുകി തുടയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ടെക്നിക്ക്. വളരെ സിമ്പിളാണ്. നന്നായിട്ട് ടാനിങ് ഉള്ളവർ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച ഇരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുക. നല്ല വ്യത്യാസം വരും. എന്നിട്ട് എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ
അപ്പോൾ ഇത്രയേ ഉള്ളൂ ബോഡി പോളിഷിങ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് ഒരുപാട് ടാനിങ് ഉണ്ടെങ്കിൽ ഒരു 2 ആഴ്ച ഇരിക്കുക അല്ലെങ്കിൽ 3 ആഴ്ച ഇരിക്കുക ചെയ്യുക. നന്നായിട്ട് ടാനിങ് മൊത്തം മാറും. ഈ ഒരു 3 സ്റ്റെപ്സ് സിമ്പിളാണ്, ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ടേക്ക് കെയർ, ബൈ.